ഇന്നത്തെ കാലത്തെ അങ്ങനെ ഒരു ജോലിക്ക് ഇതില്ലല്ലോ. ആ ജോലിയുടെ ശമ്പളം വെച്ചാണ് മോളെ MBBS ആക്കിയത്. മറ്റേ കേട്ടത് ഇവൻ ഈ കൊല്ലത്തിലാക്കിയത് MSc പഠിക്കാൻ വിട്ട്. അത് 8-10 വർഷം എടുത്തവൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡിഗ്രിക്ക് പോയി അങ്ങനെ അച്ഛൻ തന്നെ പറഞ്ഞ് മോനെ അതൊന്ന് എഴുതിയെടുക്കടാ. അപ്പോൾ എനിക്കങ്ങ് ഇതായി. അപ്പം ഞാനങ്ങ് എഴുതിയെടുത്ത് ഒറ്റയടിക്ക് ഞാൻ 6 എണ്ണം കുത്തിയിരുന്ന് പഠിച്ച് ഞാൻ എഴുതിയെടുത്തു. പിന്നെ ഞാൻ വർക്കിന് പോയി. ഞാൻ ഒരു IT-യുടെ വർക്കിന് പോയായിരുന്നു. വർക്കിന് ഒരു 1.5 വർഷം അടുപ്പിച്ച് പോയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി അവിടെ ഭരണവും കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി PG എടുക്കാം. പിന്നെ വീട്ടിൽ ഹെവി കോമ്പറ്റീഷൻ, അനിയത്തിമാർ 2 പേര് ഭയങ്കര ഇതാണ്. അപ്പം ഒരു PG എടുക്കണം വേണം. അപ്പം ഞാൻ ചെന്ന് അച്ഛനടുത്ത് പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടെന്ന്. അപ്പോഴേ അച്ഛൻ പൊയ്ക്കോ പൈസയൊക്കെ തന്ന്. അങ്ങനെയാണ് ഞാൻ വിഷ്ണുവിനെ പരിചയപ്പെടുന്നത്. UIT പോയി. പിന്നെ അതിപ്പോൾ ഒരു 2 എണ്ണം കൂടെ ഉണ്ട്, അത് ഉടനെ എഴുതിയെടുക്കും. സപ്ലി ഉണ്ട്. അതാ അവിടുന്ന് ഓട്ടിച്ചല്ലോ. ഏതോ ഒരു ഷാഡോടെ ഫോട്ടോ എടുക്കാൻ നീ ഇവരെ കൊണ്ടുവന്നു. അങ്ങനെയാണ് സതീഷ് ഇവിടെ ഞങ്ങൾ എടുത്തത്. പിന്നെ ഇവിടെ ആയിരുന്നു അന്ന് സതീഷ് വീഡിയോ ചെയ്തില്ലായിരുന്നു. വിഷ്ണുവിന്റെ കൂടെ ചെയ്യുമായിരുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും കഴിവ് കൂടിയാണ്. അതാ പൊക്കി മേലെ അതാ കഴിവ്. നമ്മൾ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. കഴിവുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അതൊന്ന് പ്രോത്സാഹിപ്പിച്ച് ഞാൻ വെള്ളം അടിക്കുമല്ലോ. കൃഷ്ണന് വെള്ളം അടിക്കും, സതീഷന് വെള്ളം അടിക്കും. കൃഷ്ണന്റെ കൂടെ മാത്രം എനിക്ക് വിടാൻ എന്തൊരു ഇഷ്ടം അറിയാവോ. ദുശീലയില്ല പറയുന്നില്ല. അല്ല എന്റെ കൂടെ വന്നു കഴിഞ്ഞാ ഞങ്ങള് ചെറിയ ബിയറൊക്കെ ജസ്റ്റ് അടിക്കും. അങ്ങനെ വലിയതാ അതൊന്നും അല്ല അടിക്കുന്നത്. ഈ ബിയർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അടിക്കും. പക്ഷെ എനിക്ക് വിഷ്ണുവിനോട് മാത്രം വിടാനാ ഇഷ്ടം. കാരണം വിഷ്ണുവിനാണെങ്കിൽ എനിക്കറിയാം കൃത്യമായിട്ട്. അയ്യോ അങ്ങനല്ല, സതീഷേട്ടൻ ഇവിടെ ഇല്ലല്ലോ. രാത്രി ആകുമ്പോൾ സതീഷേട്ടൻ ഒന്നും ഞങ്ങൾ പോവും, കൊല്ലം പോവും. പിന്നെ രാത്രി ഇവരായിരിക്കും, ഇവരെന്റെ എപ്പോഴും ഉള്ളത് ഇവിടെ ഒരുമിച്ച്. പിന്നെ അജീഷേട്ടൻ ഇപ്പൊ അതും ഇല്ല. എന്തായാലും ഏകദേശം നമ്മൾ കുറെ സമയമായി. ഒരുപാട് ഞങ്ങളെല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായി. വീഡിയോക്കകത്ത് കാണുന്ന ആൾക്കാരെ അല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വൈഭവും ഭയങ്കര വൈഭവം. അവസാനമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാണുന്നവർ അത് നമ്മുടെ റിയൽ ലൈഫാണ് എടുത്തിട്ട്. ഇപ്പം മീനുവിന് ഞാനൊരു ക്യാരക്ടർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് കൊഞ്ചി സംസാരിക്കുന്നതായിരിക്കും. ആ വീഡിയോ വരുമ്പോഴത്തേക്ക് വാരികങ്ങ് കൊഞ്ഞരി കൂടി കൊഞ്ഞനാണോ വൈഫ് ആ രീതി. അതുപോലെ തന്നെ അവളിപ്പം പ്രഗ്നന്റ് ആണ്. അപ്പം അവൾക്ക് ഓൾറെഡി വയറൊക്കെ വെക്കും. അതിന് കമന്റ് അത് ചിലർ പ്രഗ്നന്റ് ആണെന്നറിയില്ല. അപ്പൊ അതിന് നമ്മുടെ സ്നേഹിക്കുന്നവർ താഴെ ആ ചേച്ചി പ്രഗ്നന്റ് ആ നിങ്ങൾക്ക് എന്താ. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കാറില്ല. അത് ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ളവരെ കൊടുത്തു. പുള്ളിക്കാരി കമന്റ് റിപ്ലൈ കൊടുക്കത്തില്ല. ഞാൻ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ തിരിച്ച് മറുപടി പറയും. അത് ആരാണെങ്കിലും നമ്മൾ തിരിച്ച് മറുപടി പറയും. ചൊറിയാൻ വന്നാൽ കമന്റ് റിപ്ലൈ ഞാൻ നന്നായിട്ട് കൊടുക്കും. ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർ. പക്ഷെ അത് കാണും കേട്ടോ. ഞാൻ നന്നായിട്ട് ചൊറിയാൻ വന്നാലേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലാത്തെന്ന് പറയുന്നത്. എന്നെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. കമന്റിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ല ഇഷ്ടമുള്ളവരെ. അവരോടൊക്കെ എനിക്ക് സന്തോഷം സ്നേഹം മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് പറയുള്ളൂ. എല്ലാരോടും സ്നേഹം മാത്രം. പിന്നെ നല്ല കണ്ടന്റ് ഒക്കെ ഇടാൻ ട്രൈ ചെയ്യാം. ഞാൻ വല്ല കണ്ടന്റ് അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വിഷ്ണുവിനോടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങി. ഞാൻ അതിന് വേണ്ടിയിട്ടും ചെയ്ത്. ഞാൻ അങ്ങനെ വലിയ കഴിവൊന്നും ഇല്ല. ഞാൻ പിന്നെ ആ ഒരു കണ്ടന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്യുന്നതാ. ചിലർക്ക് എല്ലാവർക്കും അത് കമന്റിലൊക്കെ വന്ന് ഇപ്പം കുറേ പേര് വന്ന് ഓരോന്നൊക്കെ പറയും. മാക്സിമം നല്ല നോക്കി തന്നെ ഞാൻ റിയൽ ലൈഫൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ കണ്ടന്റ് കിട്ടും. ഞാൻ ഇപ്പം നല്ല ഇത് ഡെവലപ്പ് ചെയ്തൊക്കെ ചെയ്യുന്നതാണ്. കൊള്ളാന്നുണ്ടെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നല്ല വീഡിയോസ് ഇടും. എല്ലാവർക്കും എല്ലാ വീഡിയോ ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ നല്ല കമൻറ്റ് ഇടുക, ഇഷ്ടപ്പെടാത്ത വീഡിയോ നെഗറ്റീവ് കമൻറ്റ് ഇടുക. എങ്കിലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാക്സിമം ആരും ഈ റിയൽ ലൈഫും കണ്ടൻറ്റും കൂടി ഇങ്ങനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതാക്കരുത്. ഇതെൻ്റെ ഹസ്ബൻഡ് അല്ല, എനിക്കൊരു ഹസ്ബൻഡും കുഞ്ഞുകൊണ്ട് ഒന്നാമത്തെ അത്. പിന്നെയെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന രീതിയിലല്ലായിരിക്കുമല്ലോ വീഡിയോയിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ നമ്മളെ ഫാമിലിയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നെ എന്തുകൊണ്ടും പറഞ്ഞു. പക്ഷേ ഈ വീട്ടുകാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഇടാതിരിക്കുക. പിന്നെ
ഫാമിലി വീഡിയോസ് ഇടുമ്പം ഈ ഹിന്ദു മുസ്ലിം അങ്ങനെ കമൻറ്റ് ഒത്തിരി വരുന്നു. നിങ്ങളുടെ ജാതി പ്രശ്നം നമ്മളെ കമൻറ്റിൻ്റെ അടി വന്ന് 1 മില്യൺ കമൻറ്റ് വരെ വന്നിട്ടുണ്ട് ഒരു വീഡിയോക്കകത്ത്. ഫുള്ള് ജാതി പ്രശ്നം അത്ര ലൈക്ക് പോലും വീഡിയോക്ക് കയറിയിട്ടില്ല. ഫുൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും. അതുകൊണ്ട് ഈ ഫാമിലി ഈ വാപ്പിയും ഉമ്മയും കുറ്റം പറയാം, അല്ലെങ്കിൽ അവരെ അച്ഛനും അമ്മയും, അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കും. നമ്മളെ കുറ്റം പറയും, അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അതിനകത്ത് കൂടുതലും റിയൽ ലൈഫാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും മെസ്സേജ് കാണും, അത് ഇഷ്ടപ്പെടണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കണ്ട് മനസ്സിലാക്കുക. കൂടുതൽ കോമഡി വീഡിയോസ് ചെയ്യാൻ പറയും. എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല, കാരണം എൻ്റെ ആർക്കും വലിയ ഗുണം ഉണ്ടാകത്തില്ല, കണ്ട് ചിരിച്ച് കളയാന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോക്കകത്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ലൈഫിൽ എന്തെങ്കിലും ഒരു ഇതായിരിക്കും, ആരുടെയെങ്കിലും ലൈഫിൽ നടന്നതോ നടക്കാൻ പോകുന്നതോ ഇപ്പം റിയലിസ്റ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കണ്ടൻറ്റ് ചിലപ്പം നേരത്തെ അത്ര മെച്ചപ്പെട്ടതും വലിയ ട്വിസ്റ്റുകളൊന്നും കാണത്തില്ല. ട്വിസ്റ്റുകൾ ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, അത് നമ്മൾ നോർമലി ചെയ്യുന്ന സാധനത്തിനകത്ത് ഒരു ചെറിയ രീതിയിൽ വേറെ രീതിയിൽ ചിന്തിച്ച് ചെയ്താൽ ട്വിസ്റ്റുകൾ വരും. അങ്ങനെ ചെയ്ത് വീഡിയോസ് കുറേ ആൾക്കാരുടെ ഉണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം കൊണ്ടുവന്ന സാധനത്തിൻ്റെ എന്തുവാ ആ ഒരു ഫ്ലോയും അത് ഒറ്റയടിക്കങ്ങ് പോകും. മനസ്സിലായോ? അപ്പം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, 1 മിനിറ്റേ ഉള്ള വീഡിയോ ഷോർട്സിനകത്ത് 1 മിനിറ്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് അടിക്കും. ഷോർട്സ് ഇപ്പോൾ 3 മിനിറ്റൊക്കെ ഷോർട്സ് ഒന്നും ഉണ്ട്, അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതിനകത്ത് നല്ല ഫീലുള്ള പാട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ഷോർട്സ് ആണെങ്കിൽ തന്നെ റവന്യൂവും കുറവാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട്, ആ കാണുന്നവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ ആ 1 മിനിറ്റിനകത്ത് ഞങ്ങളൊരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ സിനിമയ്ക്കകത്താണ് ഒരു ഒരു ഇത് പറയുന്നത്. ഈ ഒരു സംഭവമാണ് നമ്മൾ 1 മിനിറ്റിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ള കാര്യം ചിന്തിക്കുക. അത് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ കോമഡി വീഡിയോസ് ചെയ്യാൻ പറയും. പ്രൊമോഷൻ വരുമ്പോൾ ഞാൻ കോമഡി വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം സീരിയസ് അത് കാണുമ്പോൾ അറിയാം അത് പ്രൊമോഷനാണോ, എന്നാലും അത് എത്രമാത്രം പറ്റുന്ന ആ രീതി ചെയ്യും. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, നമ്മൾ ആ രീതി മനസ്സിലായില്ലേ എന്താണ് കാരണം. അപ്പോൾ വീഡിയോ അങ്ങനെ കാണുക. എൻ്റെ അതിനകത്ത് അങ്ങനെ കമൻറ്റ് ഇതൊന്നും വരാറില്ല. പിന്നെ ചിലവർ ഫേസ്ബുക്കിൽ അങ്ങനെ ഇത് ഞാൻ പറയില്ല, മറ്റേ ഗെയിമിൻ്റെയോ ഭയങ്കര നന്മമരമാണെന്നുള്ളതിൻ്റെയോ. നന്മമരം എന്ന് വെച്ചാൽ ഞാൻ ക്രിഞ്ചായിട്ടല്ല ഇതുവരെ ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ഇവരുദ്ദേശിക്കുന്ന നോർത്ത് ഇന്ത്യൻ ടൈപ്പ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ തോന്നത്തില്ല. ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ നല്ലോണം ഡൗണായി ഭയങ്കര നന്മമരം വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. ഒരു മീഡിയം ലെവൽ, കൂടുതൽ ടോപ്പും അല്ല ഡൗണും അല്ല, ആ രീതിയിൽ കൊണ്ട് ചെയ്യും. കാരണം ഇവരുടെ എല്ലാം മെനക്കേടും ഉണ്ട് അതിനകത്ത്. അതുകൂടെ ചിന്തിക്കണം, എത്ര വേറെ സമയം നഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും. വേറെ ജോലിക്ക് പോകാൻ വേണമെങ്കിൽ ചോദിക്കുന്നത്, വേറെ ജോലിക്ക് കൂടെ. ഞാൻ MSc കഴിഞ്ഞതാണ്, MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ്. എനിക്ക് IT ഫീൽഡിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ പറഞ്ഞില്ല ഈ കാസ്റ്റ് ഇതൊക്കെ ഉണ്ടെന്ന്. ജനറൽ കാറ്റഗറി ആയിരുന്നു, നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അഡ്മിഷൻസിൻ്റെ പ്രശ്നം കാരണമാണ് MSc പഠിക്കേണ്ടതെന്ന് പറഞ്ഞത്. എനിക്ക് ആയുർവേദത്തിന് കിട്ടിയതായിരുന്നു. അപ്പോൾ അന്നത്തെ ഫിനാൻഷ്യൽ പ്രശ്നം, അന്ന് വേണമല്ലോ, പൈസ വേണമല്ലോ പഠിക്കണമെങ്കിൽ. ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ട് അന്ന് പഠിക്കാൻ പോകാൻ LLBക്ക് വന്നായിരുന്നു, അതിനും കിട്ടിയില്ല. പിന്നെ പഠിത്തത്തിൻ്റെ കുറഞ്ഞു. ഒരെണ്ണത്തിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റേത് എന്തായാലും താഴോട്ട് പോകുമല്ലേ. കാരണം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമ്മുടെ ഈ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് MScക്ക് പോയത്. MScക്കാണ് അഡ്മിഷൻ അവസാനം കിട്ടിയത്. ഇത് കമ്പ്യൂട്ടർ സയൻസിനാണ് അഡ്മിഷൻ കിട്ടിയത്. BSc കഴിഞ്ഞ് MSc കഴിഞ്ഞ് ഞാൻ സെയിം കോളേജിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ് സതീഷിനോട് വെച്ചാൽ മീറ്റ് ചെയ്യുന്നത്. അപ്പം ആ രീതി പോയതുകൊണ്ട് എനിക്ക് IT ഫീൽഡിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് വേറെ കുറച്ചാവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. എന്തായാലും നടന്നില്ല. അന്നേരം പിന്നെ ഉള്ളതിനകത്ത് പിടിച്ച് നിൽക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അജീഷണം പറഞ്ഞിടക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പം ഓക്കെ അല്ല. അതൊന്ന് കറക്റ്റായി കഴിഞ്ഞാൽ എല്ലാവരും ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും ഒരേ കണക്ക് വളർന്ന് വരണം. ഈ ഇപ്പം 500 ചോദിക്കുന്നവർക്ക് 500 കൊടുക്കണമെന്നല്ല, അവരെ ഒന്ന് കണ്ട് മീറ്റ് ചെയ്യുക, അവർക്ക് പറ്റുന്ന സഹായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഓക്കെ ആവും എന്നുള്ളതാണ് കാര്യം. എനിക്ക് പറയാനുള്ള എന്തുവാ, എൻ്റെ മക്കളുമാരിടുന്ന വീഡിയോസ് എല്ലാവരും കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇനി വീഡിയോസ് വരും. പിന്നെ ഇവർ വിളിക്കുന്ന കാലത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവരെ പിന്നെ എല്ലാവരും അവരുടെ വീഡിയോസ് കാണുക. അവർ ഒരാൾക്കുള്ള മാത്രമല്ല, എല്ലാവരുടെയും വീഡിയോസ് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.